നമ്മളിവിടെ വന്നത് വേറെ ആരെയും കാണാനില്ല. हम इस जगह पर किसी और को देखने के लिए नहीं आए हैं. നമ്മൾ ഒരുമിച്ച് കൂടുമ്പോൾ നമ്മുടെ നടുവിൽ വരാമെന്ന് പറഞ്ഞൊരു കർത്താവുണ്ട്. जब हम एक साथ इकट्ठा होते हैं, मैं आपके बीच में आऊंगा, ये वायदा किया हुआ एक परमेश्वर കർത്താവ് വന്നിട്ടുണ്ട്. और वो प्रभु यहाँ पर आया है. നിനക്ക് ആഗ്രഹമുണ്ടോ അവനോട് സംസാരിക്കാൻ? क्या आप में इच्छा है कि आप उससे बात करें? എങ്കിൽ അവനോട് സംസാരിച്ചോട്ടെ. तो आप उस प्रभु से बातें कीजिए. അവൻ വെറുതെ വിടത്തില്ല. वो आपको खाली नहीं छोड़ेगा. നീ വെറുതെ ഇവിടെ ഇരുന്ന വെറുതെ പോകും. अगर आप ऐसे ही बैठोगे तो वो खाली हाथ छोड़ देगा. നീ വന്നത് അവനോട് സംസാരിക്കാനാണെങ്കിൽ अगर आप उससे बात करने के लिए यहाँ पर आए हैं, നീ വെറുതെ പോകത്തില്ല. आप खाली हाथ नहीं जाओगे. എന്തെങ്കിലും അവന് കൊടുക്കാനാ നീ വന്നതെങ്കിൽ വെറുതെ പോകത്തില്ല. अगर आप कुछ उसे समर्पित करने आए हो तो आप खाली हाथ नहीं जाओगे. സമർപ്പിക്കാനല്ല, അവൻ എന്തെങ്കിലും കൊടുക്കാനാണ് നീ വന്നതെങ്കിൽ अगर आप उसे कुछ सौंपने के लिए आए हो, देने के लिए आए हो, നീ വെറുതെ പോകത്തില്ല. आप खाली हाथ नहीं जाओगे. നിനക്ക് സ്തുതി കൊടുക്കാനുണ്ടെങ്കിൽ കൊടുത്തിട്ടേ പോകാം. अगर आप स्तुति देने के लिए आपने लाया है तो आप वो देकर ही जाना. ആരാധന കൊടുക്കാനുണ്ടെങ്കിൽ ആരാധന കൊടുത്തിട്ടേ പോകാം. अगर आपके पास आराधना देने के लिए है तो वो देकर ही जाना. ഇല്ല, നിനക്ക് സബ്സ്റ്റൻസാ, നിന്റെ സമ്പത്താ കൊടുക്കാൻ, കൊടുത്തിട്ടേ പോകാം. अगर आपके पास वो संपत्ति है जो आप देने के लाए हो तो वो देकर ही जाना. നീ വെറുതെ പോകത്തില്ല. പിന്നെ ഇവിടെ आप फिर यहाँ से खाली हाथ नहीं लौटोगे. എന്റെ കർത്താവ് ആർക്കും കടക്കാരനല്ല. मेरा प्रभु किससे भी प्रति कर्जदार नहीं है. അതുകൊണ്ട് സംസാരിച്ചിട്ടവനോട് उस प्रभु से बातें कीजिए. താങ്ക് യു ലോർഡ്. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, हमारे स्वर्गीय पिता, നിന്നോട് പ്രതികരിക്കാൻ ആഗ്രഹമുള്ള ചിലർ ഇവിടെ ഉണ്ട്. आपसे प्रतिक्रिया करने की इच्छा रखने वाले कुछ लोग यहाँ हैं. തിരിച്ചവരോട് അങ്ങ് പ്രതികരിക്കണം. आप उनके भी प्रति प्रतिक्रिया करना पिता. അപ്പൊ എപ്പോ ഞങ്ങൾ വന്നിട്ടുണ്ട് വെറുതെ ഞങ്ങളെ വിട്ടിട്ടില്ല. पिता, हम जब भी आपके पास आए आपने हमको खाली हाथ नहीं छोड़ा. ഇത് എന്റെ ടെസ്റ്റ് പണിയാ. അപ്പൊ पिता, ये मेरी गवाही है. എന്നെ വെറുതെ ഒരിക്കലും വിട്ടിട്ടില്ല. आपने मुझे कभी खाली हाथ नहीं ഇവിടെ छोड़ा. ഇരിക്കുന്ന ചിലരുടെ ടെസ്റ്റ് പണിയാ. അപ്പൊ यहाँ बैठे कुछ लोगों की गवाही है ये पिता. അവരെ വെറുതെ നീ വിട്ടിട്ടില്ല. आपने उनको खाली हाथ नहीं छोड़ा. ഇന്നും നീ അത് തെളിയിക്കുന്നതിനാൽ സ്തോത്രം. आज भी आप वो साबित करने वाले हो, इसके लिए धन्यवाद. ചിലരുടെ ഇന്ന് ആ ടെസ്റ്റ് മണിക്കകത്തേക്ക് കയറട്ടെ. कुछ लोग और उस गवाही के अंदर प्रवेश कर ले. അവരോട് മനസ്സിലാക്കട്ടെ വെറുതെ വിടാത്തൊരു കർത്താവുണ്ട്. वो भी समझ पाए कि ये परमेश्वर कभी खाली हाथ नहीं छोड़ता. അപ്പൊ എന്തെങ്കിലും തരാൻ ഞങ്ങളെ ഉപയോഗിക്കണം. पिता, आपको कुछ तो भी देने के लिए आप हमारा उपयोग करना. എന്തും തരാൻ കഴിയുന്നവരായി ഞങ്ങളെ മാറ്റണം. और हम कुछ भी दे सकते हैं, उस योग्यता में हमको बढ़ा. കർത്താവ് പ്രാർത്ഥന കേട്ടതിന് हमारे प्रार्थना को आपने सुना, इसके लिए धन्यवाद प्रभु. ചില മിനിറ്റുകൾ ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നു. और कुछ क्षण हम आपके साथ सामने बैठते हैं. നിന്റെ വിലയേറിയ മന്ന കൊണ്ട് ഞങ്ങളെ നിറയ്ക്കും. आपके बहुमूल्य मन्ना के साथ आप हमें भरोगे. പ്രാർത്ഥന കേട്ടതിന് നന്ദി. प्रार्थना सुना, इसके लिए धन्यवाद. യേശുവിൻ നാമത്തിൽ यीशु मसीह के नाम में पूछते हैं. आप കരങ്ങളും ശബ്ദം ഉയർത്തി കർത്താവിന് മഹത്വം. हाथ और आवाज उठाकर परमेश्वर को महिमा देंगे. എല്ലാവരും ഇരുന്നാട്ട്. सभी बैठ सकते हैं.
ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ പറഞ്ഞ ഒരു കാര്യം ആത്മാവ് തൊട്ടതുകൊണ്ട് നിങ്ങളോട് പറയാം. प्रार्थना करते समय पवित्र आत्मा ने उस शब्द को छुआ, इसके लिए मैं आपसे कहता हूँ. ഒന്ന്, എന്തെങ്കിലും ദൈവത്തിന് കൊടുക്കാൻ വേണ്ടി മാത്രമേ അവന്റെ സന്നിധി വരാം. परमेश्वर की उपस्थिति में तभी आना जब भी आप कुछ देना चाहते हो. എന്തെങ്കിലും कुछ കൊടുക്കാൻ കഴിയണം. तो आपको देना आना चाहिए. കർത്താവ് അവന്റെ സകല മഹത്വവും കൊണ്ടാ വരുന്നത്. परमेश्वर अपनी पूरी महिमा को लेकर हमारे पास आता है. ഒരിക്കൽ അവൻ സകല മഹിമയും വെടിഞ്ഞു വന്നു. एक बार वो सारी महिमा छोड़कर आया, ഇപ്പൊ അവൻ വരുന്ന സകല മഹത്വവും കൊണ്ടാണ്. अभी वो हमारे पास पूरी महिमा लेकर आता है. അപ്പോൾ കർത്താവ് നിന്നെ ബ്ലസ് ചെയ്യാൻ വരുന്നിടത്ത് നീ വെറും കൈയായിട്ട് വരരുത്. परमेश्वर आपको जिस स्थान में आशीषित करने आया है, उस स्थान में आप खाली हाथ नहीं आना. എപ്പോഴും പ്രിപ്പയർ ആയിരിക്കണം. हर वक्त तैयार रहना. നിനക്ക് കൊടുക്കാൻ കഴിയുന്ന എല്ലാം നിന്റെ കാണണം. जो भी आप दे सकते हो वो सब आपके हाथ में होना चाहिए. സ്തുതി കാണണം, स्तुति रहनी चाहिए, ആരാധന കാണണം, आराधना होनी चाहिए, സമ്പത്ത് കാണണം. संपत्ति रहनी चाहिए, धन. കഴിഞ്ഞ ഒരാഴ്ച പട്ടിണി കിടന്നവർ കരമൊന്ന് ഉയർത്തി. पिछले एक हफ्ता जो भूखा रहे अपने हाथ को उठाए. ഈ പട്ടണത്തിൽ പട്ടിണി കിടന്നവരുണ്ടെന്ന് ഓർക്കണം. याद रखना, सोचना कि इस नगर में ऐसे लोग थे जो भूखे रहे. പക്ഷെ ആ കൂട്ടത്തിൽ ഒരാളായിട്ട് നിന്നെ ദൈവം മാറ്റിയില്ല. पर उनमें से एक बनने के लिए परमेश्वर ने अनुमति नहीं दी आपको. 3-4 നേരം കഴിച്ചവരാ നമ്മളെല്ലാവരും. 3 से ज्यादा 4 बार खाना खाने वाले लोग हैं हम. വസ്ത്രമില്ലാത്തവരൊന്ന് കര ഉയർത്തിക്കുക. जिनके पास कपड़े नहीं है अपने हाथ उठाए. പണ്ടൊക്കെ ആളുകൾ എന്തുടുക്കുമെന്നായിരുന്നു, ഇപ്പൊ ഏത് ഉടുക്കുമെന്ന്. पहले लोग सोचते थे कि क्या पहनेंगे, अभी सोचते हैं कि इतने कौन सा पहनेंगे. അതുപോലെ നമുക്കുണ്ട്. उतना ज्यादा है हमारे पास. പക്ഷെ കർത്താവിന്റെ സന്നിധി വരുമ്പോൾ വെറും കൈയായിട്ട് വരും. पर जब परमेश्वर की उपस्थिति में आते हैं खाली हाथ आते हैं. പഴയ നിയമത്തിൽ പ്രവാചകന്റെ അടുക്ക പോലും പോകുന്നത് സമ്മാനങ്ങൾ വേണ്ട. पुराने करार में नबी के पास जब भी जाते थे तभी भी तोहफों को लेकर जाते थे. അപ്പൊ കർത്താവിന്റെ അടുക്കൽ വെറും കൈയോടെ വരല്ല. परमेश्वर की उपस्थिति में कभी खाली हाथ नहीं आना. നമ്മൾ പറയും ഇല്ല പാസ്റ്ററെ ഞങ്ങൾ സ്വോത്രാഴ്ചം കൊണ്ടാ വന്നത്. हम कहते हैं कि नहीं पासवान, हम तो दान अर्पण लेकर आते हैं. നമ്മളിട്ട സ്വോത്രാഴ്ച ഒന്നീ 100 രൂപ അല്ലെ 10 രൂപ 5 രൂപ. വടാപ്പാവിന്റെ പൈസ നമ്മൾ സ്വോത്രാഴ്ച ഇട്ടില്ല. जो दान अर्पण जो है शायद 100 या 15 या 10 रहे, बड़ा पाव का वो पैसा भी नहीं डाला. വടാപ്പാവിന്റെ പൈസ നമ്മൾ ഇട്ടില്ല. वड़ा पाव का पैसा उसमें दान अर्पण നമ്മുടെ में नहीं ദൈവത്തിന് डाला. അത്രയും വിലയുള്ളൂ. क्यों, क्या हमारा परमेश्वर का मूल्य उतना ही है? കർത്താവിന് കൊടുക്കുവാണെങ്കിൽ നമുക്ക് അങ്ങനെ കൊടുക്കാൻ തോന്നുമോ? जब हम परमेश्वर को देते हैं क्या उस तरीके से देने हमको लगेगा? ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയാം. एक बात मैं എന്നെ आपसे कहता കാണാൻ പറ്റുന്ന പോലെ കർത്താവിന് ഇവിടെ കാണാൻ പറ്റുമായിരുന്നെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ഇങ്ങനെ ആയിരിക്കുമോ? हूं, जिस तरीके से आप मुझे यहाँ देख पा रहे हो उस तरीके से ही अगर परमेश्वर भी आपको दिखाई दे तो क्या उसी रीति में हम दान अर्पण करेंगे? അപ്പോൾ കർത്താവിനെ കുറിച്ചുള്ള നമ്മുടെ അറിവിൻ്റെ പരിമിതി കൊണ്ടാണ് നമ്മൾ ഇങ്ങനെ കൊടുക്കുന്നത്. तो परमेश्वर के प्रति हमारे जो उसके बारे में समझ है उसमें जो है सीमाएं हैं, इसके लिए हम उतना ही दान अर्पण करते हैं. എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഈ കൊടുക്കുന്ന കാര്യത്തെക്കുറിച്ച് കേൾക്കുന്ന ഇഷ്ടമല്ലെന്ന് എനിക്ക് മനസ്സിലായി. और मुझे समझ में आया कि मेरे बच्चों को दान अर्पण के बारे में सुनना पसंद नहीं है. കിട്ടുന്ന കാര്യത്തെക്കുറിച്ച് പറഞ്ഞാൽ ഭയങ്കര ആക്റ്റീവായിരിക്കും. पर मिलने के बारे में कहो तो वो और भी उत्साहित रहते हैं.
എൻ്റെ ആത്മീയ പിതാവ് വൈഫ് പറഞ്ഞ പോലെ, പാസ്റ്റർ ലിൻസി നിങ്ങളുടെ മുമ്പിൽ പറഞ്ഞ പോലെ, ആത്മീയ പിതാവ് കൊടുക്കുന്ന കാര്യം പഠിപ്പിക്കണമെന്നാണ് പറഞ്ഞത്. और जैसे पास्टर लिंसी ने कहा कि हमारे आत्मिक पिता ने कहा है कि दान अर्पण के बारे में, देने के बारे में सिखाना है. ഞങ്ങളെ മക്കളെല്ലാം ആത്മീയ പിതാവിന് നന്നായിട്ട് കൊടുത്ത് അനുഗ്രഹിക്കപ്പെട്ടവരാണ്. और हम सारे बच्चे हमारे आत्मिक पिता को सही रूप से अच्छे से देखकर हम आशीषित हुए हैं. കർത്താവ് എങ്ങനെയാണ് കൊടുത്താൽ അനുഗ്രഹിക്കുന്നതെന്ന് ഞങ്ങളെ ശരിക്കും പഠിപ്പിച്ചു ഞങ്ങളുടെ ആത്മീയ പിതാവ്. और हमारे आत्मिक पिता ने हमको परमेश्वर से ये सिखाया कि देने से कितने ज़्यादा आशीषित हो सकते हैं. അതുകൊണ്ട് ഒരു പ്രത്യേകത എന്താണെന്നറിയാം, उसके लिए एक खासियत है. ഞങ്ങളുടെ ആത്മീയ പിതാവ് ഔദാര്യത്തിലൊന്നും ഞങ്ങൾക്ക് ചെയ്യുന്നില്ലെന്ന് ഞങ്ങൾക്കും ആത്മീയ പിതാവിനും മനസ്സിലാകുന്നുണ്ട്. और हमारे आत्मिक पिता हमको ये भरोसा दिलाते हैं कि तुम कुछ उपकार के रूप में, हमें भरोसा है कि हम कोई उपकार नहीं कर रहे. അദ്ദേഹം ഞങ്ങളുടെ ഒന്നും മോഷ്ടിക്കുന്നില്ലെന്ന് ഞങ്ങൾക്ക് നല്ല ഉറപ്പുണ്ട്. और हमको यकीन है कि वो हमारा कुछ चुरा नहीं रहे. അദ്ദേഹം അതിന് അർഹനാ. और वो उसको प्राप्त करने के योग्य है. यस. ഞങ്ങളുടെ സമ്പത്ത് മുഴുവൻ കൊടുത്താലും അദ്ദേഹം അതിന് അർഹനാ. हमारी संपत्ति धन पूरा दे दे फिर भी वो उसके योग्य है. അദ്ദേഹം അത്രയ്ക്കാ ഞങ്ങൾ ബ്ലെസ് ആകുന്നതിനെ കുറിച്ച് ടീച്ച് ചെയ്തേക്കും. और हम आशीषित हो उस तरीके से वो हमको सिखाते हैं. എനിക്ക് ആഗ്രഹമുണ്ട് അങ്ങനെ പഠിപ്പിക്കണം. और वैसे आपको सिखाने की मुझे इच्छा है. പക്ഷേ ആ വെളിപ്പാട് നിങ്ങൾക്കുണ്ടോ എന്നുള്ളതാണ് വിഷയം. पर ये मायने रखता है कि क्या आपके अंदर उसके बारे में प्रकटीकरण है. എന്ന് പറഞ്ഞാൽ ആ തരുന്ന സാധനം വീണാൽ സ്വീകരിക്കാൻ തക്ക വ്യാപ്തി നിങ്ങളുടെ പാത്രത്തിനുണ്ടോ എന്നുള്ളതാണ്. तो वो अगर आपके उस पात्र में गिरेगा तो वो प्राप्त करने की क्षमता आपके अंदर है या नहीं, ये समझना बहुत जरूरी है. അത് വഹിക്കാനുള്ള കപ്പാസിറ്റി നിങ്ങളുടെ പാത്രത്തിനില്ലെങ്കിൽ അത് അങ്ങോട്ട് വീഴത്തില്ല. तो अगर आप जो पात्र है उसके अंदर वो प्रकटीकरण आने की क्षमता नहीं तो वो कभी आएगी नहीं. ആ ലെവലിലേക്ക് നമ്മുടെ സഭ മാറണം. उस स्तर तक हमारी कलीसिया को बढ़ना है. ഞാൻ അതിലേക്ക് ഇന്ന് കടക്കുന്നില്ല. आज उस विषय की ओर नहीं बढ़ूंगा. അപ്പോൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ വെറുതെ വരല്ല. परमेश्वर की उपस्थिति में खाली हाथ नहीं आना. ഏറ്റവും കുറഞ്ഞ ഒരു സ്തുതിയെങ്കിലും കൊടുക്കാനുള്ള കപ്പാസിറ്റിയോടെ വരണം. कम से कम एक स्तुति तो देने की उस क्षमता के साथ आए. നമ്മുടെ കപ്പാസിറ്റി എങ്ങനെ ആയിരിക്കണം? हमारी क्षमता उतनी होनी चाहिए. എന്ന് പറഞ്ഞാൽ ഒരു സ്വോത്രം കഷ്ടപ്പെട്ട് പറയുന്ന ആളായിട്ട് മാറല്ല. तो ये नहीं सोचना कि ऐसे एक व्यक्ति ना बनना कि बहुत तकलीफ से एक स्तुति देता है. ആമേൻ. ഇവിടെ ഇരിക്കുന്ന സകല സാഹിടുന്ന പോലെ സ്തുതിക്കുന്ന ഒരാളായിരിക്കണം. और यहाँ के सभी लोग ऐसे होने चाहिए कि कितना भी थक जाए तो भी स्तुति देते रहेंगे. നിന്റെ അടുക്കൽ ഇരിക്കുന്നവൻ നിർബന്ധത്തെ സ്തുതിച്ചു പോണം. और അതുപോലെ സ്തുതിക്കണം. आपके करीब जो बैठा है उसे भी उसका प्रभाव होकर, वो प्रभावित होकर वो भी स्तुति देना शुरुआत करे. ആമേൻ. അങ്ങനെ കൊടുക്കാൻ നമുക്ക് കഴിയണം. हमको वैसे देने के നിന്നെ लिए കണ്ട हमसे संभव ഭ്രാന്തരാന്ന് होना चाहिए. തോന്നണം. आपको देखकर पागल है ऐसे लगना चाहिए. അറ്റ്ലീസ്റ്റ് ഏറ്റവും കുറഞ്ഞ് നമ്മുടെ ജോമോൻ ഓടുന്ന പോലെ ഓടണം. नहीं तो एटलीस्ट जैसे जोमोन भागता है वैसे അത് तो ഏറ്റവും भागना കുറവാ. है. वो सबसे कम स्तर है. അവൻ ഓടുന്നതിൻ്റെ പുറകിൽ ഒത്തിരി ചരിത്രമുണ്ടെന്ന്. वो जो भागते हुए हम देखते हैं उसके पीछे बहुत बड़ा इतिहास है. അവൻ രുചിച്ച കർത്താവിനെ രുചിച്ച അത്രയ്ക്ക് വലുതാണ്. उसने परमेश्वर को जो चखा वो उतनी श्रेष्ठ है. ആമേൻ. അതുകൊണ്ട് ഓരോന്ന് വീഴുമ്പോൾ അവൻ അറിയാതെ ഓടിപ്പോന്നു. इसलिए कुछ वचन जब गिरता है वो अनजाने में ही दौड़ने लगता है. ഞാൻ ഈ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് പിടികിട്ടിയെന്ന് ഞാൻ വിചാരിക്കും. मैं विश्वास करता हूँ कि आप इस बात को समझ पाए.
ഞങ്ങൾക്ക് ഏലായിക്ക് വേണ്ടിയല്ല നിങ്ങൾ സ്തുതിക്കുന്നത്. हमको प्रोत्साहित करने के लिए आप स्तुति ना देना. ആരാധന സ്തുതിയൊന്നും അതിനല്ല. आराधना या स्तुति हमको प्रोत्साहित करने के लिए नहीं. ഞാൻ 5 വർഷം കഴിഞ്ഞു പ്രസംഗിക്കാൻ തുടങ്ങിയിട്ട്. और प्रचार कर शुरुआत करके 26 साल हो गया है. അതുകൊണ്ട് എനിക്ക് ഏലയുടെ ആവശ്യമില്ല. इसके लिए किसी की प्रोत्साहन की जरूरत नहीं. ആര് സ്തുതിച്ചാലും ഇല്ലെങ്കിലും ഞാൻ പ്രസംഗിക്കും. कोई भी स्तुति करे या ना करे मैं तो प्रचार करूंगा. പക്ഷെ ഒരു കാര്യം ഓർക്കണം, पर एक बात समझे, കർത്താവിന് കൊടുക്കേണ്ടത് കൊടുക്കാതെ പോകല്ല. परमेश्वर को जो देना है वो दिए बिना लौटना नहीं. കർത്താവ് വരുന്നത് വെറുതെ വരത്തില്ല. परमेश्वर हमारे बीच कभी खाली हाथ नहीं आता. കർത്താവ് വന്നേക്കുന്നത് നിങ്ങളെ ആശീർവദിക്കാനാണ്. और परमेश्वर हमारे बीच आपको आशीषित करने लिए आया है. അതാണ് എൻ്റെ ബലം. वो मेरा बल है. ഞാനിവിടെ ഇരുന്ന് ഒന്നും പറഞ്ഞില്ലേലും मैं यहाँ बैठकर अगर कुछ ना कहूँ तो भी എൻ്റെ കർത്താവ് നിങ്ങളെ ബ്ലെസ് ചെയ്യും. मेरा प्रभु आपको आशीषित करेगा. आमीन. ഇപ്പം ഞാനിവിടെ ഇരുന്ന് എന്തെങ്കിലും പറഞ്ഞെങ്കിൽ അത് ബോണസാണ്. अगर मैं यहाँ बैठकर कुछ कह रहा हूँ तो वो आपके लिए बोनस है. കാരണം എൻ്റെ ഒരു ഇൻവോൾവ്മെൻറ്റും ഇല്ലാത്ത കാര്യമാണ്. കർത്താവ് പറഞ്ഞു 2-3 പേർ എൻ്റെ നാമത്തിൽ ഞാൻ അവിടെ വരും. क्योंकि परमेश्वर ने कहा है जब 2 या 3 मेरे नाम में इकट्ठे होते हैं मैं उनके बीच होता हूँ. इसमें मेरी कोई भागीदारी नहीं है. ഇപ്പം നിങ്ങളിവിടെ വന്നപ്പോഴേ കർത്താവിൻ്റെ ഇൻവോൾവ്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞു നിങ്ങൾക്ക്. तो आप जब यहाँ आए तभी परमेश्वर की भागीदारी आपके बीच उपलब्ध हो गई है. ഇനിയും കർത്താവ് നിങ്ങളെ നോക്കി നിങ്ങളും കർത്താവും തമ്മിൽ എന്ത് കൈമാറിയോ അതിനനുസരിച്ചുള്ള കണക്ക് തീർക്കൽ ഇവിടെ നടക്കും. तो आपके और परमेश्वर के बीच जो भी लेन देन हुआ है उसका हिसाब यहाँ किया जाएगा. ഇന്നത്തെ ആരാധനയിൽ വന്നിരുന്നപ്പോൾ മുതൽ എനിക്ക് പേഴ്സണലി ടോക്ക് ചെയ്യാനാണ് തോന്നിയത്. और आज की आराधना में आने के बाद मुझे व्यक्तिगत रूप में बात करने की अनुभव हुई. ഒരു ചെവി ഇവിടുത്തെ സ്റ്റേജിലായിരുന്നു, മറ്റേ ചെവി കർത്താവിൻ്റെ അടുക്കലായിരുന്നു. और एक कान से मैं यहाँ के वेदी में सुन रहा था, एक कान से मैं परमेश्वर की बात ഞാനും को सुन കർത്താവും रहा കൂടെ था. സംസാരിച്ചുകൊണ്ടിരിക്കുക. मैं और मेरा प्रभु हम आपस में बात कर रहे थे. അപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത്. तभी मुझे एक बात समझ में आई. ഇവിടെ ഒരു പ്രസംഗവും ഒരു പാട്ടും ഒന്നും നടന്നില്ലേലും നിന്നെ ബ്ലസ് ചെയ്യാൻ കർത്താവിന് കഴിയും. यहाँ कोई भी गीत या आराधना या कुछ भी ना हो तो भी आपको परमेश्वर आशीषित करेगा. അപ്പോൾ നിങ്ങൾ ഇവിടെ നടന്നതിനകത്ത് ഇൻവോൾവ് ആകുമ്പോൾ तो यहाँ जो हुआ है जब आप उसके अंदर भागीदार होते हो കർത്താവിൻ്റെ ഇൻവോൾവ്മെന്റ് കൂടും. और परमेश्वर के आपके प्रति उसकी भागीदारी और बढ़ती है. ഇവിടെ പറഞ്ഞത് വേറെ ആരെക്കുറിച്ചുമല്ല, यहाँ पर किसी और के बारे में नहीं कहा ഇതിന്റെ गया. നടുവിൽ എഴുന്നള്ളിയവനെ കുറിച്ചാ പറഞ്ഞത്. जो इसके बीच आया है उसके बारे में कहा गया. നിങ്ങൾക്ക് ഇവിടെ ഒന്നും ചുമ്മാ ഇരിക്കാൻ പറ്റും, आप यहाँ आकर शांत बैठ सकते हो, ഒരു സ്തോത്രവും പറയാതിരിക്കാൻ പറ്റും, कोई स्तुति कहे बिना बैठ सकते हो, ഒരു ഇൻവോൾവ്മെന്റും ഇല്ലാതിരിക്കാൻ പറ്റും. कोई भी भागीदारी नहीं हो तो भी आप बैठ सकते हो. അതിനാരും എതിരല്ല. कोई भी उसके खिलाफ नहीं. പക്ഷേ അതിൻ്റെ നടുവിൽ പ്രതികരിക്കുന്നവരെ കണ്ടിട്ട് വെറുതെ പോകുന്ന കർത്താവല്ല എൻ്റെ ദൈവം. पर उनके बीच भी परमेश्वर से बातें करने वालों को देखकर खाली या छोड़ने वाला परमेश्वर नहीं. ഇവിടുന്ന് സ്തുതിക്കുന്നവൻ പൊട്ടനല്ല, यहाँ रुककर जो स्तुति देता है वो कोई पागल नहीं. ഇവിടുന്ന് കൈയടിക്കുന്നവൻ നൃത്തം ചെയ്യുന്നവൻ വട്ടുള്ളവനല്ല. यहाँ जो ताली बजाता है नाचता है वो कोई मूर्ख नहीं. ഒരു കാര്യം ഓർത്തോണം, एक बात समझिए, അവരെല്ലാവരും സ്പെഷ്യൽ ആയിക്കൊണ്ടിരിക്കുക. वो सब लोग खास बनते रह रहे हैं. ഞാൻ പറഞ്ഞ വാക്ക് മനസ്സിലാവുന്നോ? क्या आप समझ पा रहे അവര് സ്പെഷ്യൽ ആയിക്കൊണ്ടിരിക്കുക. हैं? वो और खास हो रहे हैं. വെള്ളത്തിലെടുത്ത് ചാടിയ ഒരാളുണ്ട് ബൈബിളിൽ. वचन के अंदर ऐसा एक व्यक्ति है जो पानी के अंदर उड़ी मारा. നീ യേശു ആണെങ്കിൽ ഞാനും വരുവാന്ന് പറഞ്ഞു അങ്ങോട്ട്. अगर तू यीशु है तो मैं भी
तेरे पास आ रहा हूं। വട്ടനായിട്ടല്ല, ऐसा नहीं कि वो पागल था, അവനാണ് ആദ്യത്തെ പോപ്പ്. और वो पहला पोप है। എൻ്റെ ഭാഷ പറയും ഇച്ചൂടെ വ്യത്യസ്തമായി. मेरे भाषा में मैं कहता हूं, ഈ വേദപുസ്തകത്തിൽ യേശുവിനൊരു സമ്പാദ്യമുണ്ട്. इस वचन के अंदर यीशु मसीह का एक संपत्ति है। അതെന്തോന്ന് പറയാ? क्या आप कह सकते हो क्या है? എന്തുവാ യേശുവിൻ്റെ സമ്പാദ്യം? यीशु मसीह का संपत्ति क्या है? സഭ. कलीसिया। അവൻ രക്തം കൊടുത്തു വിലയ്ക്കു വാങ്ങിയതാ സഭ. उसने अपने लहू को दाम में देकर कलीसिया को खरीदा है। ആന്നോ? हाँ या नहीं? ആന്നോ? यस। ഈ സമ്പാദ്യം ആർക്കാ കൊടുത്തത്? और ये संपत्ति किसके हाथ में सौंपा? പത്രോസിന്റെ. पत्रोस के हाथ में। വെള്ളത്തിൽ ചാടിയവൻ്റെ എടുത്തു കൊടുത്തു. वो व्यक्ति जो पानी में कूदा उसके हाथों में दिया। आमीन। थैंक यू जीसस। സഭയെടുത്ത് അവൻ്റെ കൊടുത്തു. कलीसिया लेकर उसके हाथों में दे दिया। കർത്താവിന് ഒരു കാര്യം അറിയാം, परमेश्वर एक बात जानता ഇവൻ है, എന്തിനും എടുത്ത് ചാടിക്കൊള്ളു. ये कोई भी बात के लिए वहां पर कूद कर आ അവൻ്റെ जाए। ആ സഭ വേണ്ടേ? उसी के हाथ में कलीसिया होनी चाहिए। शाबाला हाथानाज मना दिया। आमीन आमीन। എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? कितने लोग समझ पा रहे हैं? അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക, तो एक बात जान लीजिए, ദൈവത്തിന് വേണ്ടി എന്തെങ്കിലും ഒരു പൊട്ടനെ പോലെ ചെയ്യാൻ തയ്യാറാണ്. एक मूर्ख समान अगर आप प्रभु के लिए कुछ करने के लिए तैयार हो, ദൈവസന്നിധിയിൽ വരുമ്പോൾ ഒരു പൊട്ടനാകാൻ തയ്യാറാണെങ്കിൽ, परमेश्वर की उपस्थिति में आते वक्त अगर आप एक मूर्ख बनने के लिए तैयार ഒരു हो, ഭ്രാന്തനെ പോലെ കർത്താവിന്റെ സന്നിധിയിൽ ആകാൻ തയ്യാറാണെങ്കിൽ, अगर एक पागल के समान आप प्रभु के सामने रहने के लिए तैयार हो, ഏറ്റവും വലിയ സമ്പാദ്യം നിന്റെ കയ്യിൽ തരും. सबसे बड़ी उसकी संपत्ति वो आपके हाथों में सौंपेगा। ഏറ്റവും വലിയ സ്വത്ത് നിന്റെ കയ്യിൽ തരും. सबसे बड़ी विरासत वो आपके हाथ में सौंपेगा। ഏറ്റവും വലിയ അവകാശം നിന്റെ കയ്യിലിരിക്കും. सबसे बड़ा अधिकार आपके हाथ में रहेगा। എത്ര പേർക്ക് മനസ്സിലാവുന്നു? कितने लोग समझ पा रहे हैं? വീട് വിടാമോടാ? क्या तू घर छोड़ पाएगा? ഓ ദേശം വിടാവോ? क्या तू देश को छोड़ पाएगा? ചാർച്ചക്കാരെ വിടാവോ? क्या तेरे रिश्तेदारों को छोड़ सकता എന്റെ है? ദേശം നിനക്ക് തരാൻ ഞാൻ. मेरा देश तुझे मैं दूंगा। आमीन। നിന്റെ കയ്യിൽ തരാൻ ദേശം. तेरे हाथ में मैं देता हूं। നിന്നെ ഞാൻ രാജ്യമാക്കാം. मैं तुझे एक राज्य बनाऊंगा। ഇപ്പൊ ദൈവത്തിന്റെ സന്നിധിയിൽ വന്ന് ഒരു കൂട്ടം ജനത്തിന്റെ നടുവിൽ ഒരു ഭോഷനാകാൻ നീ തയ്യാറായാൽ, ദൈവരാജ്യത്തിൽ നിന്നെ ഏറ്റവും ശക്തനാക്കാൻ ദൈവത്തിന് കഴിയും. तो आप परमेश्वर की उपस्थिति में एक झुंड में अगर एक पागल समान उसके सामने रहने के लिए आप तैयार हो, परमेश्वर के राज्य में वो आपको श्रेष्ठ बनाएगा। എനിക്ക് അത് പ്രസംഗിക്കണമെന്ന് ആഗ്രഹമുണ്ട്. ഒരു ദിവസം ഞാനത് പ്രസംഗിക്കാം. वो प्रचार करने की मेरे अंदर इच्छा है, एक दिन मैं वो करूंगा। ഒത്തിരി കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞ് പെൻഡിങ് കിടപ്പുണ്ട്. बहुत सारी बातें ऐसे बाकी रखी है। നിങ്ങൾ പ്രാർത്ഥിച്ചാൽ ഇതൊക്കെ ഇങ്ങ് വരും. अगर आप प्रार्थना करो तो वो सब बाहर आएगा। നിങ്ങൾ എന്ത് കേൾക്കാൻ ആഗ്രഹിക്കുന്നോ അതിനുവേണ്ടി നിങ്ങൾ പ്രാർത്ഥിച്ചാൽ കർത്താവ് എന്നെ കൊണ്ട് അത് പറയിപ്പിക്കും. आप जो सुनना चाहते हो उसके लिए अगर आप प्रार्थना करें तो परमेश्वर वो मुझसे बुलवाएगा। ഓരോ സൺഡേ ഇവിടെ വരുമ്പോൾ ഞാൻ കൺഫ്യൂഷനിലായി ഏത് പ്രസംഗിക്കണം. हर रविवार जब मैं आता हूँ मेरे अंदर आशंका है कि मैं किस विषय के बारे में प्रचार അപ്പോൾ करूँ। എൻ്റെ പ്രാർത്ഥനാ മുറിയിൽ ഓരോന്ന് ഒതുക്കുക. അപ്പോൾ ആരുടെയൊക്കെയോ പ്രാർത്ഥനാ മുറിയിലെ കരച്ചിലാണ് സൺഡേയിലെ എൻ്റെ പ്രസംഗം. तो मेरे प्रार्थना के कमरे में मैं जानता हूँ कि कुछ लोगों के जो प्रार्थना का रोना है वो मेरे रविवार का प्रचार बनकर आता है। മനസ്സിലാവുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കും. मैं विश्वास करता हूँ कि आप समझ पा रहे हो। അപ്പോൾ നിങ്ങൾ കരയുന്ന അനുസരിച്ച് ഈ പുൽപ്പിറ്റി ദൂതുകൾ വന്നുകൊണ്ടിരിക്കും. तो आप जितना रोगे परमेश्वर के सामने उतना वाणी इस वेदी में से आती रहेगी। ഇന്നലെ രാവിലെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു മെസ്സേജ് ഇങ്ങനെ കയറി വന്നു. और कल सुबह जब मैं प्रार्थना कर रहा था तब एक संदेश मेरे अंदर आया। പരിശുദ്ധമ്മ എന്നോട് അതൊന്ന് തുടരണമെന്നും പറഞ്ഞിട്ടുണ്ട്. पवित्र आत्मा ने कहा कि उस विषय को जरा छूना। നമ്മൾ ചില ആഴ്ചകളായി മർക്കോസിൻ്റെ സുവിശേഷം 4:40 തൊടുക. അത് ഞാൻ ഒരു ആഴ്ച ഗ്യാപ്പുണ്ട്, അത് കഴിയുമ്പോൾ തുടങ്ങും.
और कुछ हफ्तों से हम मरकुस का सुसमाचार 4 अध्याय 40वां आयत में से हम सीख रहे थे। एक हफ्ते के गैप के बाद फिर शुरुआत करें। രണ്ടാഴ്ച ഞാൻ വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുക. और 2 हफ्ते मैं उसके लिए बहुत കർത്താവ് ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ എന്നോട് പറഞ്ഞു ഒരു കാര്യം. जब मैं प्रार्थना कर रहा था तब प्रभु ने मुझसे ऐसे कहा, വേദപുസ്തകത്തിൽ ഏറ്റവും കൂടുതൽ യാഗപീഠം പണിതിട്ടുള്ള ആരാന്നറിയാം? परमेश्वर के वचन में सबसे ज्यादा याग के वेदियों को किस व्यक्ति ने बनाया पता है? ആരാ? कौन है? അബ്രഹാം. इब्राहिम। എൻ്റെ ഭാഷ പറഞ്ഞ തിരിഞ്ഞ യാഗപീഠം, तो मेरे भाषा में कहता हूं किधर भी उसे मुड़ना हो तो वो वेदी बनाए। അനങ്ങിയ യാഗപീഠം. अगर वो चलता है तो वेदी बना देता है। പുള്ളി പിന്നെ അങ്ങനെ സമ്പന്നനാകാതിരിക്കും? तो फिर कैसे वो धनी नहीं बन सकता? ഞാനൊന്ന് ചോദിക്കട്ടെ, मैं क्या पूछूं आपसे? യാഗപീഠം പണിയാൻ ചെലവില്ലേ? याग की वेदी बनाने में खर्चा है, ഉണ്ടോ? ये അന്നത്തെ സമ്പത്തെന്ന് പറഞ്ഞ മൃഗ, और उस जमाने का संपत्ति वो जानवर है। അന്ന് യാഗപീഠത്തിൽ വെക്കുന്ന സമ്പത്താ. और उस जमाने में याग के वेदी पर संपत्ति रखी जाती थी। സ്തോത്രമല്ല കൊണ്ടുവെക്കുന്നത്, सिर्फ एक स्तुति जाकर नहीं रखते, സമ്പത്താ കൊണ്ടുവെക്കുന്നത്. संपत्ति जाकर रखते हैं। വല്ലതും പിടികിട്ടിയോ? क्या आप कुछ समझ पाए? യോബിന്റെ സമ്പത്തിനെ കുറിച്ച് എന്താ പറഞ്ഞേക്കുന്നത്? आयुब के संपत्ति के बारे में क्या कहा गया है? ഗോൾഡ് ഇത്ര ഉണ്ടെന്നല്ല ഇവിടെ പറഞ്ഞേക്കുന്നത്. ऐसा नहीं कहा कि सोना इतना है उसके पास, പറഞ്ഞിട്ടുണ്ടോ? नहीं, ഇല്ല. ऐसा कुछ नहीं कहा है। പറഞ്ഞ അന്ന് മൃഗമാ സമ്പത്ത്. उसकी जानवर जितना है उसके पास वो उसकी संपत्ति है। അതിനേക്കാൾ വലിയൊരു സമ്പത്തുണ്ട്. उससे बड़ी एक संपत्ति है, അതിന്റെ പേരാ തലമുറ. वो है बच्चे। വല്ലതും മനസ്സിലാവുന്നുണ്ടോ? क्या कुछ आप समझ पा रहे हो? കൊടുക്കാതെ वो आप दिए दीजिए, എടുത്തു വെക്കാതെ യാഗപീഠത്തിന് മേൽ, उसे उठाकर याग के वेदी के ऊपर रख दो। യാഗപീഠത്തിന് മേൽ അത് എടുത്തു വെക്ക. याग के वेदी के ऊपर उठा के रख दो। നിനക്ക് യാഗപീഠത്തിന് മേൽ വെക്കാൻ തന്ന സമ്പത്താ അത്. आपको वो संपत्ति दी गई ताकि आप उस याग के वेदी पर रख पाए। തിരിയുമ്പോഴും മറിയുമ്പോഴും സമ്പത്ത് കർത്താവിന് കൊടുക്കുന്ന ഒരു അപ്പൻ. ऐसा एक पिता जो जहां पर भी मुड़ जाए परमेश्वर के सामने अपने संपत्ति को रख देता है। മക്കൾക്ക് കൊടുക്കണ്ട, वो सच में उसे बच्चों को देना चाहिए। അത് മക്കൾക്ക് കൊടുക്കാതെ ദൈവത്തിന് കൊടുക്കുന്നു. बच्चों को दिए बिना वो परमेश्वर को दे रहा है। വല്ലതും മനസ്സിലാവുന്നുണ്ടോ? क्या आप समझ पा रहे हो? रिबीनी आसमाने रियांदी दमन कोडे दिबीनी हटम प्रैका। കർത്താവിന്റെ ശബ്ദം വേണം, പക്ഷെ നിന്റെ സമ്പത്ത് നീ കൊടുക്കത്തില്ല. आप परमेश्वर की आवाज चाहते हो पर अपने संपत्ति सौंप देने के लिए आप तैयार नहीं। അബ്രഹാം ഡെയിലി ശബ്ദം കേട്ടതും ദൈവത്തിന്റെ സ്നേഹിതനായതും സമ്പത്ത് കൊടുത്ത. और अब इब्राहिम हर दिन परमेश्वर की आवाज सुना, परमेश्वर का मित्र बना अपना संपत्ति देने के बाद। 10, 20, 30 വർഷം കൈയടിച്ചിട്ട് ശബ്ദം കേട്ടില്ലെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. 10-20 साल ताली बजाई पर उसकी आवाज नहीं सुनी, ये कहने से कोई फायदा नहीं है। കാരണം നമ്മുടെ സമ്പത്ത് അവൻ തന്നതാ. क्योंकि हमारी पास जो संपत्ति है वो उस परमेश्वर ने दी है हमको। അവൻ തന്നത് അവന് കൊടുക്കാൻ പറഞ്ഞുള്ളൂ. जो प्रभु ने हमको दिया वो ही उसको लौटाने के लिए कहा है। അവൻ തരാത്തതൊന്നും അവന് കൊടുക്കണ്ട. प्रभु ने जो आपको नहीं दिया वो देने की जरूरत नहीं, പക്ഷെ അവൻ തന്ന അവന് കൊടുക്കണം. पर जो प्रभु ने आपको दिया वो उसे देना ही है। ദൂത് മനസ്സിലാവുന്നുണ്ടോ? क्या आप वाणी को समझ पा रहे हो?
നമ്മുടെ ദൈവം പണക്കൊതിയനൊന്നുമല്ല. हमारा पिता लालची नहीं है. പൈസ കണ്ട് കണ്ണു തള്ളുന്ന ഒരു ദൈവമല്ല നമ്മുടെ ദൈവം. हमारा परमेश्वर ऐसा नहीं कि पैसा देखकर वो आश्चर्यचकित हो जाता है. നിന്നെ സൗഖ്യമാക്കാൻ പൈസ വേണമെന്ന് പറയുന്ന ഒരു ദൈവമല്ല. वो ऐसा परमेश्वर नहीं कि तेरे चंगाई के लिए तू मुझे पैसा दे, ऐसा वो कहे. നിന്റെ ഹൃദയം അങ്ങോട്ട് പോകാതിരിക്കാൻ, ताकि आपका हृदय उसके और मुड़ ना जाए, पैसे के और मुड़ ना जाए. നീ സമ്പത്തെന്ന് പറഞ്ഞു കൊടുക്കാൻ നിനക്ക് മനസ്സ് വേണം. तो आप जो संपत्ति कहते हो वो देने के लिए आप में वो हृदय होना चाहिए. അബ്രഹാം പറയും, ധനവാനിലേക്കല്ല എൻ്റെ കണ്ണു പോയത്, കർത്താവിന്റെ സ്നേഹത്തിലേക്ക് എൻ്റെ കണ്ണു പോയത്. इब्राहिम कहेगा वो धनवान बनने के उस वाणी की ओर नहीं मेरी दृष्टि गई, पर परमेश्वर के उस प्रेम की ओर मेरी दृष्टि गई. ധനവാനാകാൻ ഞാൻ യേശുവിന്റെ പുറകെ പോയിട്ടില്ല. धनवान बनने के लिए मैं यीशु के पीछे नहीं गया, സ്നേഹിതനാകാൻ ഞാൻ പോയി. पर मित्र बनने के लिए उसका पीछे പക്ഷേ गया, ഞാൻ ധനവാനായി. पर मैं धनवान बन गया. ദൂത് മനസ്സിലാകുന്നുണ്ടോ നിങ്ങൾക്ക്? क्या आप वाणी समझ पा रहे हो? ധനവാനാകാൻ ഞാൻ യേശുവിന്റെ പുറകെ പോയില്ല. धनवान बनने के लिए मैं यीशु के पीछे नहीं गया. കാളകളുടെ എണ്ണം വർദ്ധിപ്പിക്കാൻ ഞാൻ യേശുവിന്റെ പുറകെ പോയില്ല. बैलों की गिनती बढ़ाने के लिए मैं यीशु के पीछे नहीं गया. എന്റെ ഭൂമിയുടെ വലിപ്പം കൂട്ടാൻ ഞാൻ യേശുവിന്റെ പുറകെ പോയില്ല. मेरे जमीन की बढ़ोतरी आने के लिए यीशु के पीछे नहीं गया. ഞാൻ യേശുവിന്റെ സ്നേഹിതനാകാൻ, मैं यीशु का मित्र बनने के लिए, ദൈവത്തിന്റെ ശബ്ദം സ്ഥിരം കേൾക്കാൻ परमेश्वर की आवाज निरंतर सुनने ഞാൻ के लिए അവന്റെ പുറകെ പോയി. मैं उसके पीछे गया, അപ്പോൾ ഞാൻ ധനവാനായി. और तभी मैं धनवान बन गया. അവിടെ എത്ര കാള വേണേലും ഞാൻ കൊടുക്കും. और वहां कितना भी बैल को समर्पित करना है मैं അവന്റെ करूंगा. ശബ്ദം കേൾക്കാൻ ഏത് യാഗം വേണേലും ഞാൻ ചെയ്യും. उसकी आवाज सुनने के लिए कोई भी याग करने के लिए मैं तैयार हूं. എത്ര ചെലവുള്ള യാഗം വേണേലും ഞാൻ ചെയ്യും. उस याग के लिए कितना भी दाम चुकाना पड़े मैं അത്രയ്ക്ക് करूंगा, വലുതാ അവന്റെ ശബ്ദം, क्योंकि उसकी आवाज उतनी बड़ी है, അത്രയ്ക്ക് വലുതാ അവന്റെ സ്നേഹം, उसका प्रेम उतना बड़ा है, അത്രയ്ക്ക് വലുതാ അവന്റെ കരുതൽ, उसकी ध्यान रखना उतनी बड़ी है, അത്രയ്ക്ക് വലുതാ അവന്റെ സംരക്ഷണം. उसकी सुरक्षिता उतनी बड़ी है. അസ്വനാദിയ. യഹോവ ജൈറ എന്ന് പറയാൻ, और यहोवा ईरा ये कहने के लिए ഞാൻ അവന് വേണ്ടി എന്തു വേണേലും കൊടുക്കും. मैं उसके लिए कुछ भी देने के लिए तैयार हूं. അതെന്റെ മോനെ ആണേലും കൊടുക്കും. वो मेरे पुत्र को देना है तो मैं दे दूंगा. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ നിങ്ങൾക്ക്? क्या आप समझ पा रहे हो? മോനെ എടുത്ത് യാഗപീഠത്തിന് മേൽ വെച്ചിട്ട് യഹോവ ജൈറ എന്ന് പറഞ്ഞു. बेटे को याग के वेदी पर रखकर कहा कि ये यहोवा ईरा है. എന്നോ മനുഷ്യനാ. कैसा व्यक्ति है ये? ബൈബിൾ പറഞ്ഞു അവൻ സമ്പന്നനാണ്. परमेश्वर का वचन कहता है कि वो संपन्न धनवान व्यक्ति है. സ്വന്തം നാട്ടിലൊന്നുമില്ലാതെ ഗതികെട്ടിട്ട് ഇറങ്ങി വന്നവനാ. वो ऐसा व्यक्ति है जो अपने खुद के नगर में, देश में उसको कुछ भी नहीं था, कोई मार्ग नहीं था, वहां से निकल कर आया. ഒന്നുമില്ല, कुछ भी नहीं है. വീട്ടിൽ മരണങ്ങളാ. घर पे सिर्फ मृत्यु हुई है. യാദൃച്ഛിക ഒരു മരണമല്ല, ഒന്നിലധികം മരണം കണ്ടവനാണ്. जो है एक्सीडेंटली एक या दो मृत्यु नहीं, पर बहुत ज्यादा ही मृत्युओं को उसने अपने घर पर देखा है.
അങ്ങനെ ഇറങ്ങി വന്നവൻ. और उस तरीके से उस जिंदगी से बाहर निकला എവിടെയെങ്കിലും है। പോയി രക്ഷപ്പെടാമെന്ന് കരുതി വന്നവൻ. कहीं जाकर बच लूं ऐसे सोचकर निकला हुआ व्यक्ति, ഒന്നുമില്ലാത്തവനാ കയ്യിൽ. उसके हाथ में कुछ नहीं है। അവൻ കിട്ടുന്ന സമ്പത്തല്ല നോക്കുന്നത്, उसको प्राप्त होने वाली संपत्ति पर नहीं है उसका എന്തു ध्यान, കൊടുക്കാമെന്ന് അവൻ നോക്കുന്നത്. पर वो ये सोच रहा है कि मैं क्या दे सकता हूं। ഞാൻ ശ്രദ്ധിച്ചപ്പോൾ സമ്പന്നനായി കഴിഞ്ഞിട്ടല്ല അവൻ യാഗം തുടങ്ങി, ഒന്നുമില്ലാത്തപ്പോഴേ തുടങ്ങിയതവൻ. मैंने ध्यान दिया वचन में कि धनवान बनने के बाद नहीं उसने वेदियां बनाई, पर जब कुछ नहीं था तभी उसने वेदियां बना शुरुआत की। എപ്പോ ഈ ദൈവത്തെ പരിചയപ്പെട്ടോ അന്ന് തുടങ്ങി യാഗം. जिस दिन वो इस परमेश्वर से पहचान हो गई उस दिन से वेदी खड़ा करना शुरुआत किया। നമ്മളെപ്പോലെ ആരുമില്ല അവന് പ്രസംഗിച്ച് പറഞ്ഞു കൊടുക്കാൻ യാഗം യാഗം യാഗം. हमको जैसे मिल रहा है वैसे उससे प्रचार करने वाला ऐसा कोई नहीं है कि वेदी बनाओ वेदी बनाओ। കർത്താവിനെ കണ്ടപ്പോഴേ അവന്റെ അകത്ത് ആ വെളിപ്പാട് കയറി. परमेश्वर को जब उसने देख लिया उसी क्षण उसके अंदर वो प्रकटीकरण आ गई। കൊടുക്കാൻ ആര് പഠിപ്പിക്കണമെന്ന്, ये देने के लिए कौन सिखाना चाहिए? Come on. നീ അന്വേഷിക്കുന്നവനെ കുറിച്ച് നിന്റെ കൊതി യഥാർത്ഥമാണെങ്കിൽ കൊടുക്കാനുള്ള അറിവ് വെളിപ്പാട് നിന്റെ അകത്ത് കയറും. आप जिसके खोज में हो उसके प्रति अगर आपकी भूख बड़ी है तो उसको क्या देना है उसकी प्रकटीकरण आपके अंदर आ जाएगी। ഞാൻ ദൂത് പറയുന്നത് മനസ്സിലാവുന്നുണ്ടല്ലോ. क्या आप इस वाणी को समझ पा रहे हो? ഇനിയും നമ്മുടെ ഇവിടുത്തെ ഹോളിലെ സമയം കഴിയാറ്. हमारा समय खत्म हो रहा है। ഒരു വാക്ക് പറഞ്ഞു എന്നർത്ഥം. एक बात कहकर मैं समाप्त करता हूं। അങ്ങോട്ട് യാഗം പണിതുകൊണ്ടിരുന്നവനോട് കർത്താവ് ഒരിക്കൽ ഇങ്ങോട്ട് വേണമെന്ന് പറഞ്ഞു. जो व्यक्ति सामने से वेदियों को खड़ा कर रहा था परमेश्वर ने एक बार सामने से उस वेदी की मांग की। സ്ഥിരം യാഗം കഴിക്കുന്നവനോട് അത്യാവശ്യമായിട്ട് ഇങ്ങോട്ട് യാഗം വേണമെന്ന് ദൈവം ആവശ്യപ്പെടുന്നു. जो निरंतर याग के वेदियों को बनाता था एक बार परमेश्वर ने सामने से उस याग के वेदी का मांग किया। നമ്മളത് ഉൽപ്പത്തി 15 കാണും. उत्पत्ति का पुस्तक 15वां अध्याय में हम देखते हैं। യാഗ വസ്തു പോലും എന്താണെന്ന് അവിടെ പറയുന്നുണ്ട്. और याग का वस्तु क्या होना चाहिए उसके बारे में भी कहा गया है। ആ യാഗം ഒത്തിരി വ്യത്യസ്തമായിരുന്നു. और वो याग बहुत ही अनोखा था। എല്ലാ യാഗം കഴിയുമ്പോഴും ദൈവം സംസാരിക്കുവാനോട്. हर याग के समाप्ति पर परमेश्वर उससे बात करता था। അപ്പോൾ യാഗം അവൻ കഴിക്കുമ്പോഴേ ഓർത്തോണം ദൈവത്തിൻ്റെ ഒരു ശബ്ദമുണ്ട്. तो जब भी वो याग करता है वेदी बनाता है परमेश्वर का एक आवाज उसके लिए പക്ഷെ है। ഈ യാഗത്തിൽ ദൈവശബ്ദം വന്നില്ല. पर इस याग के वेदी पर उसके पास परमेश्वर की आवाज नहीं आई, പകരം റാഞ്ചൽ പക്ഷി വന്നു. पर वहां पर वो पक्षी उतर कर आई। ഈ ആരാധന ദൈവം ആവശ്യപ്പെട്ടിട്ട് ആരാധിച്ചത്. और ये आराधना की मांग परमेश्वर ने उससे सामने से की थी। അപ്പം നിങ്ങളൊന്ന് നോക്കിക്കേ, तो आप ध्यान दीजिए, എല്ലാ ആരാധനയും അങ്ങോട്ട് നമ്മൾ കൊടുക്കുമ്പോൾ കർത്താവ് വരും. तो जब भी हम सामने से परमेश्वर को आराधना देते हैं वो वहां आता है। अब ദൈവം വന്നിട്ട് സംസാരിച്ചിട്ട് പോകും. परमेश्वर आता है बात कर कर लौटता है। എന്നാൽ ഇവിടെ ദൈവം ആവശ്യപ്പെട്ടു ആരാധിക്കാം. पर यहाँ परमेश्वर ने सामने से आराधना की मांग की। ഈ ആരാധനയിൽ ദൈവം വന്നില്ല. और इस आराधना में परमेश्वर नहीं आया, പകരം റാഞ്ചൽ പക്ഷി വന്നു. पर वहां पर मांसाहारी पक्षी आए। എന്താ എൻ്റെ കാരണം? उसका
कारण क्या है? ഇനി ഞാൻ ഒരിക്കൽ കൂടെ പറയാം. और एक बार कहता ആ हूँ, ദൂതൂടെ കണക്ട് ചെയ്തിട്ട് അങ്ങ് നിർത്താം. उस वाणी के साथ जोड़कर हम समाप्त करेंगे. ഇത് കഴിഞ്ഞിട്ട് വർഷങ്ങൾ കഴിഞ്ഞ് ഒരിക്കൽ കൂടെ കർത്താവ് അങ്ങനെ ആവശ്യപ്പെട്ടു. और इसके बाद सालों बाद परमेश्वर ने उससे और एक बार इस बात की मांग की, എന്നെ ആരാധിക്കണം. मेरी आराधना कर. പക്ഷേ യാഗവസ്തു വേറെയാ. पर वहां की याग की वस्तु वो अलग है. അതാരാ? कौन है? ഇസഹാക്ക്. इसहाक. ഇവിടെ ആവശ്യപ്പെട്ടത് എന്താ? यहाँ पर क्या पूछा? मांसाहारी पक्षी. Verse 9. ആ यहोवा ने उससे कहा, हाँ. मेरे लिए 3 वर्ष की एक कलोर हाँ. और 3 वर्ष की एक बकरी हाँ. और 3 वर्ष का एक मेढ़ा हाँ. और एक पिंडुक और कबूतर का एक बच्चा ले. ആ 5 കൂട്ടം കാര്യം. 5 चीज वहां पर कही गई है. 2 പക്ഷി 3 മൃഗം. 2 पक्षी और 3 जानवर. ആരാധനയ്ക്ക് വന്നോണ്ടോ? देखिए वो कैसे आया आराधना के लिए. ദൈവം ആരാധന ചോദിച്ചപ്പോൾ നോക്കിക്കേ, ഒരു യാഗവസ്തു അല്ല. जब परमेश्वर ने उससे आराधना की मांग की, सिर्फ एक ही चीज लेकर नहीं आया, 5 5. വിലയുള്ളതല്ല. और सब कुछ बहुत कीमती है. യേശുവിനെ ആരാധിക്കാൻ പോയപ്പോൾ അവത്തിൽ ഏതൊരു കൊച്ചു പ്രാവും കുഞ്ഞിനെ കൊണ്ടാണ് പോയത്. और जब यीशु की आराधना करने गए, वो उसमें से यीशु को आराधना के लिए जब लेके गए, उसमें से शायद एक कबूतर लेकर गए. യേശുവിൻ്റെ അപ്പനും അമ്മയും പോയപ്പോൾ അവർക്ക് കൊടുക്കാനുണ്ടായിരുന്ന ഒരു പ്രാവും കുഞ്ഞിനേ ഉള്ളൂ. और यीशु के माता पिता को याग के वेदी पर जब वो यीशु को ले गए, सिर्फ एक कबूतर था उनके पास देने के लिए. ഇവിടെ ചോദിച്ചേക്കുന്നുണ്ടോ? यहाँ पर देखिए क्या पूछा है. അപ്പൊ എന്തോ വലിയ ആരാധനയായിരുന്നു അത്. तो वो कितनी बड़ी आराधना थी. എത്ര പൈസ മുടക്കണ്ടെന്ന് നോക്കി. देखिए कितना पैसे का खर्चा है. 3 വയസ്സുള്ള പശുക്കിടാവ്, 3 वर्ष का एक कलोर 3 വയസ്സുള്ള കോലാട്, और 3 वर्ष की एक बकरी 3 വയസ്സുള്ള ആട്ടുകൊറ്റൻ, और 3 वर्ष का एक मेढ़ा, പിന്നെ ഒരു പ്രാവ്, പിന്നെ കുറുപ്രാവ്. फिर एक और एक पिंडुक और कबूतर. ഇത്രയും കൊടുത്തിട്ട് കർത്താവ് വന്നില്ല. इतना सब देने के बाद भी परमेश्वर नहीं आया. എന്റെ കാരണം എന്താണെന്നറിയോ? उसका कारण क्या है पता है? ഒറ്റ അശ്രദ്ധ. एक गलती उससे हो गई. ടോപ്പ് ആരാധന ആരാധിച്ചിട്ട് ഒറ്റ ഒരു മിസ്റ്റേക്ക് കാണിച്ചപ്പോൾ ദൈവം വന്നില്ല. सबसे उत्तम आराधना सौंपा, पर एक गलती उससे हो गई और परमेश्वर वहां पर नहीं आया. അതിന് ദൈവം എന്താ ചെയ്തെന്നറിയോ? उसके लिए परमेश्वर ने फिर क्या किया? ഈ തോൽവിയെ ജയമാക്കാൻ इस हार को विजय में बदलने के लिए മോനെ തരാൻ പറഞ്ഞു. उस परमेश्वर ने कहा अपने बेटे को दे. ഇനി എൻ്റെ ചോദ്യം, ये मेरा सवाल. ഇവിടെ ഒരു പ്രവൃത്തി തെറ്റായിരുന്നെങ്കിൽ यहां पर अगर एक कार्य गलती थी, ദൈവം വന്നില്ല. परमेश्वर नहीं आया. അവിടെ മനസ്സ് കിട്ടിയപ്പോൾ ദൈവം സംതൃപ്തനായി. पर वहां पर उसका मन मिल गया और परमेश्वर तृप्त हो गया. മോനെ കിട്ടിയപ്പോഴല്ല, बेटा मिला तभी नहीं, മോന്റെ രക്തം കിട്ടിയപ്പോഴല്ല, बेटा का लहू मिला तभी नहीं, അബ്രാമിന്റെ മനസ്സ് കണ്ടപ്പോഴേ ദൈവം റെഡിയാ. इब्राहिम का मन देखकर ही परमेश्वर तैयार हो गया. നീ കൊടുക്കുന്നത് കാണുന്നതിനേക്കാൾ ദൈവത്തിന് ഇഷ്ടം आप जो देते हो वो देखने से ज्यादा കൊടുക്കുന്ന മനസ്സ്. आप जिस मन से वो देते हो. ഇത് രണ്ടും കൂടെ കമ്പയർ ചെയ്ത് എനിക്ക് ഒത്തിരി ദൂത് പറയാനുണ്ട്. ഞാൻ എൻ്റെ വാക്ക് അവസാനിപ്പിക്കുക. ये दोनों को जोड़कर वाणी में आपसे कहना चाहता था, पर शब्दों को समाप्त करूं. ഒത്തിരി ദൂതുകളുണ്ട്. बहुत सारी वाणियां हैं. പുത്രനെ കുറിച്ചുള്ള ദൂത് കിട്ടിയിട്ടാണ് ആദ്യത്തെ ആരാധന ആരാധിക്കുന്നത്. वो पहली आराधना तब करता है जब अपने बेटे का नबुवत उसके पास आया. ഇസഹാക്കിനെ കുറിച്ചുള്ള ദൂത് കിട്ടിയിട്ടാണ് ആദ്യത്തെ ആരാധന ആരാധിക്കുന്നത്. इसहाक का नबुवत उसके ऊपर आया, उसके बाद उसने ആ आराधना सौंपा. ദൂത് കിട്ടിയ ആരാധനയിൽ അവൻ തോറ്റുപോയി.
वो नबूवत मिलने की बाद जो आराधना थी उसमें वो हार गया। മോനെ കുറിച്ചുള്ള ദൂത് കിട്ടിയ ആരാധനയിൽ അവൻ തോറ്റുപോയി. जिस आराधना से उसको बेटे के बारे में नबूवत मिली उसमें वो हार മോനെ गया। കൊടുത്ത് ആരാധിച്ച് അവൻ ജയിച്ചു. उस बेटे को देखकर उस आराधना में उसने विजय प्राप्त किया। आमीन। മോന്റെ ദൂത് കിട്ടിയ ആരാധനയിൽ തോറ്റവൻ जो बेटे का नबूवत मिला उस आराधना में जो हार गया, മോനെ കൊടുത്ത് ആരാധിച്ച് ജയിച്ചു. बेटे को देखकर वो आराधना में जीत पाया। എത്ര പേർക്ക് മനസ്സിലാവുന്നുണ്ട്? कितने लोग समझ पा रहे हैं? കൊടുക്കും നിന്റെ മകനെ, तू अपने बेटे को दे दे എന്നിട്ട് ജയിക്ക്. और जीत पा। നിന്റെ ഏറ്റവും വിലയേറിയത് കൊടുക്ക, എന്നിട്ട് ജയിക്ക്. आपका सबसे बहुमूल्य चीज उसको दे दो और जीत पालो। നിന്റെ മനസ്സ് കീഴടക്കിയതിന് നീ കൊടുക്ക, എന്നിട്ട് ജയിക്കു. നീ जिस बात ने आपके हृदय को कब्जा कर दिया है वो उस परमेश्वर के सामने दे दो और जीत पालो। എത്ര പേർക്ക് മനസ്സിലാവുന്നു? कितने लोग समझ पा रहे हैं? നമുക്ക് അവിടെ പറ്റാത്ത हम उसी स्थान में हार जाते हैं। നമ്മൾ തോറ്റത് അവിടെ. हम वहां पर ही हार गए। എന്റെ ചോദ്യം, मेरा सवाल, റാഞ്ചൽ പക്ഷി ഇറങ്ങുന്ന ആരാധനയാണോ അതോ ദൈവത്തിന്റെ ശബ്ദം ഇറങ്ങുന്ന ആരാധനയാണോ നീ ആരാധിക്കുന്നത്? क्या आपकी आराधना वो आराधना है जहां पर मांसाहारी पक्षी उतरती है या वो आराधना है जहां पर परमेश्वर की आवाज उतरती है? വാഗ്ദത്തം കേൾക്കും പക്ഷെ പ്രാപിക്കാൻ കഴിയാത്ത ആരാധനയാണോ അതോ രക്ഷം കിട്ടിയതിനെ കൊടുത്ത് ജയിക്കുന്ന ആരാധനയാണോ? क्या आपकी आराधना वो है जहां पर वायदा मिलता सुना है पर प्राप्त नहीं किया, या आपकी आराधना ऐसी है जो प्राप्त किया वो देने के लिए आप पूर्ण तरीके से तैयार होते हो? ആദ്യത്തേതിനകത്ത് വാഗ്ദത്തം കേട്ടു, പ്രാപിക്കാൻ കഴിയാത്ത ആരാധന. पहले इसमें उसने नबूवत को सुना पर उस आराधना में वो प्राप्त नहीं कर पाया। और एक बार कहता हूं, വാഗ്ദത്തം കേട്ടു, वायदा सुना, പ്രാപിക്കാൻ കഴിയാത്ത ആരാധന. प्राप्त नहीं कर पाया, वैसी एक आराधना। എന്നാൽ രണ്ടാമത്തേത് पर दूसरे इसमें കേട്ട വാഗ്ദത്തത്തെ കൊണ്ട് ആരാധനയ്ക്ക് കൊടുക്കുന്നു, सुने वायदे को उसने आराधना में दे दिया എന്നിട്ട് അതിനെ കരുത്തനായി തിരിച്ചു പ്രാപിക്കുന്നു. और सामर्थ्य रूप में उसे फिर से जीत लेता है। ഒരു തലമുറയല്ല, एक पीढ़ी को नहीं, ഇന്നത്തെ തലമുറയെ വരെ, आज तक के पीढ़ी को, ഇന്നത്തെ തലമുറയെ വരെ आज के पीढ़ी को तक വാഗ്ദത്ത തലമുറ എടുത്തു വെച്ച് പ്രാപിക്കുന്നു. वायदे के पीढ़ी को रखकर उसने प्राप्त किया। ഇതാ സ്വർഗം ചെയ്തത്. यही स्वर्ग ने किया। പുത്രനെ തന്ന് पुत्र को देकर സകല മാനവകുലത്തെ മേടിച്ചു. सारे मानवता को उसने जीत ഇതാ लिया। അബ്രഹാം ചെയ്ത് यही अब्राहम ने किया, ഇസ്ഹാക്കിനെ കൊടുത്ത് इसहाक को देकर ഇന്നത്തെ വാഗ്ദത്ത സന്തതിയെ പ്രാപിച്ചു. आज के वायदे के संतान को प्राप्त किया। എത്ര പേർക്ക് ദൂത് മനസ്സിലാവുന്നു? कितने लोग इस वाणी को समझ पा रहे हैं? ഇവിടെ ഇരുന്ന് തീരുമാനിക്കണം, यहाँ बैठकर ये निर्णय लेना, എന്തെങ്കിലും ദൈവത്തിന് കൊടുക്കാതെ പോലെ. परमेश्वर को कुछ ना तो कुछ दिए बिना नहीं लौटना। നിന്റെ കഴിവിന് കരുത്ത് കൂടിയത് കൊടുക്കാൻ തയ്യാറാണ്. और आपके काबिलता में जो क्षमता बड़ी है वो देने के लिए आप तैयार हो जाए। തലമുറയെങ്കിൽ തലമുറയെ अगर वो बच्चे हैं तो उन्हें सौंप दीजिए, കൊടുക്ക കർത്താവിന്. परमेश्वर के लिए दीजिए। ഇത് കർത്താവിൻ്റെയാ. प्रभु देखिए ये आपका है। കർത്താവിനെ ആരാക്കണം, ആരാക്കിക്കോ. प्रभु आपको इन्हें जो बनाना है आप बना लीजिए। കർത്താവിന് എന്തിനു വേണം കൊണ്ടുപോക്കോ. किस बात के लिए आपको इनकी आवश्यकता है वो ले ഞാൻ लीजिए। തരുവാന്ന് പറ. मैं दे देता हूं कहो। തലമുറയെങ്കിൽ തലമുറ, वो आपके बच्चे हैं तो वो, സമ്പത്തെങ്കിൽ സമ്പത്ത്. अगर आपकी संपत्ति है तो वो, എന്താ നിനക്ക് കൊടുക്കാൻ കഴിയുന്നത്? आप क्या दे सकते हो? ഒരു മിനിറ്റ് കണ്ണൊന്ന് അടച്ച്. एक क्षण क्या आप सब अपने आंखों को बंद कर सकते हैं? നിനക്കൊരു തലമുറ ജനിച്ചിട്ടില്ലായിരിക്കും, आपको शायद आपका एक बच्चा जन्म പക്ഷെ नहीं हुआ होगा, വിശ്വാസത്തെ ജനിക്കാൻ പോകുന്നതിനെ കർത്താവിന് കൊടുക്കാവോ? पर विश्वास में जो जन्म आपका बच्चा होने वाला है क्या आप उसे परमेश्वर को दे सकते हो?
നിനക്ക് കിട്ടിയ തലമുറയെ നീ ദൈവത്തിന് കൊടുത്തായിരിക്കും. आपको जो बच्चा मिला है शायद आपने उसको परमेश्वर के लिए दे दिया हो, ഒന്നുകൂടെ റീഡെഡിക്കേറ്റ് ചെയ്യാവോ? और एक बार क्या आप उसे पुनर्समर्पित कर सकते हो? അപ്പൊ 2 തലമുറ എനിക്ക് തന്നിട്ടുണ്ട്, രണ്ടും തേണ്ട പറയാൻ കഴിയോ? प्रभु मुझे आपने 2 बच्चे दिए हैं, दोनों को भी मैं दे देता हूं आपके लिए, क्या आप ऐसे कह सकते हो? നിന്നെ തന്നെ കർത്താവിന് കൊടുക്കാവുന്നേ. क्या आप अपने आप को परमेश्वर के लिए दे सकते हो? അപ്പൊ എൻ്റെ അപ്പനും അമ്മയും എന്നെ കൊടുക്കാനില്ല. पिता, मेरे माता पिता उपलब्ध नहीं है അവർ ഈ ताकि वो ദൂത് मुझे सौंपे। കേട്ടിട്ടില്ല. उन्हें वो इस नबूवत के वाणी को नहीं അവർക്കറിയത്തില്ല सुने, എന്താണെന്ന്. वो नहीं जानते क्या है പക്ഷെ ये। എന്നെ ഞാനങ്ങ് തരിക. पर मैं अपने आप को ഈ सौंपता हूं। സഹാക്ക് യാഗപീഠത്തിൽ കടന്നതുപോലെ इसहाक जैसे याग के वेदी पर पड़ा ഞാൻ था, ആ യാഗപീഠത്തിൽ കിടക്കുക. मैं उस याग के वेदी पर रहता हूं। Yes, Daddy. ഒരു ജനറേഷൻ പുറത്തു വരിക. एक पीढ़ी बाहर आ जाए, നിന്റെ പേരിൽ ഒരു ജനറേഷൻ आपके नाम में एक पीढ़ी തയ്യാറാകാൻ. तैयार हो जाइए। പ്രായമായതാണെങ്കിൽ നിന്റെ തലമുറയെ കൊടുക്കണമെന്ന് നിനക്ക് ആഗ്രഹമുണ്ടോ? കൊടുക്ക. आपको बहुत കർത്താവിനെ ഉപയോഗിച്ചോളൂ. आपकी उम्र ज्यादा है, फिर भी अगर आप में ये इच्छा നോ है നോ कि നോ നിന്റെ തലമുറ പ്രായമുള്ളതാണെങ്കിലും അതിനെ കർത്താവിന് കൊടുക്ക. ദൈവം ഉപയോഗിച്ചോളൂ. आपके बच्चे का उम्र बहुत ज्यादा है, फिर भी अगर आप परमेश्वर को सौंपना चाहते हो तो वो दे दीजिए, वो परमेश्वर उपयोग करेगा। ഒരുപക്ഷെ ഇതെല്ലാവർക്കും ഇഷ്ടമുള്ള ദൂതല്ലായിരിക്കും. शायद सबको ये वाणी पसंद नहीं आएगी। ഇത് ദൈവസഭയോട് ദൈവം കൈമാറാൻ പറഞ്ഞ ദൂത. ये इस वाणी को परमेश्वर ने कलीसिया को सौंपने के लिए कहा। എവിടെയോ ശമൂവേലുമാരുണ്ട്. कहीं तो वो समूएल लोग है, ഇതിനകത്തുനിന്ന് ഏതോ ശമൂവേലുമാർ പൊങ്ങാനുണ്ട്. यहाँ से कुछ, इस बीच में से कुछ समूएल को उठना है। തയ്യാറാകുക. तैयार हो जाइए। ശമൂവേലുമാർ പൊങ്ങുന്നുണ്ട്. समूएल लोग उठ रहे हैं। എനിക്കറിയത്തില്ല. मुझे पता नहीं। അപ്പനമ്മമാര് പറന്നുപോയ ചില ദാവീദുമാരെ ദൈവം ഇന്ന് പൊക്കുക. माता पिता भूल गए वैसे कुछ दाविद लोग अब भी उठ रहे हैं। आमीन। പ്രാർത്ഥിക്കുക നിങ്ങൾ. आप प्रार्थना कीजिए। എനിക്കറിയത്തില്ല. मुझे पता नहीं। ജനിക്കാൻ പോകുന്നതിനെ പോലും കർത്താവ് ഇന്ന് തൊടുക. जो जन्म लेने वाले हैं उनको भी प्रभु आज നിങ്ങളുടെ छू रहा है। ഉദരത്തിൽ കൈവെക്ക്. നിങ്ങൾ आपके गर्भ पे और हाथ അവിടെ रखिए, ജനിക്കാൻ പോകുന്നുണ്ട്. और वो जन्म लेने के लिए അവിടെ वहां ജനിക്കാൻ तैयार। പോകുന്നുണ്ട്. जो वहां पर जन्म അത് लेने वाला है, കർത്താവിന്റെ രാജ്യത്തിനുള്ളതാ. वो परमेश्वर के राज्य അത് के लिए है। കർത്താവിന്റെ രാജ്യത്തിനുള്ളതാ. वो परमेश्वर के राज्य के लिए है। വിശ്വാസത്താ വെക്കാതെ, विश्वास में हाथ रखिए, വിശ്വാസത്താ കൊടുക്കാതെ. विश्वास में दे दीजिए। സ്വർഗീയ പിതാവേ, स्वर्गीय पिता, നീ തന്ന ദൂതിനായി സ്തോത്രം. आपने दिया नबूवत की वाणी के लिए धन्यवाद। ജനത്തെ അനുഗ്രഹിക്കണമേ. आप इन बच्चों को आशीषित करना। അപ്പാ, യാഗപീഠത്തിൽ അലക്ഷ്യമായി ഒന്നും വെക്കാൻ ഞങ്ങളെ അനുവദിക്കല്ലേ. परमेश्वर उस याग के वेदी पर कोई भी ऐसे ही बुरे चीज को या जिस पर ध्यान नहीं वैसे चीज को रखने की अनुमति नहीं देना। അലക്ഷ്യമായി ഒന്നും വെക്കാൻ ഇടയാകല്ലേ. അലക്ഷ്യമായി बिना ध्यान दिए कुछ भी रखने की अनुमति नहीं देना। വെക്കുന്നെങ്കിൽ അത് പൂർണ്ണമായ ബോധത്തോടെ വെക്കാൻ ഇടയാകണം. जो भी रखते हैं वो पूर्ण बोध या समझ के साथ रखने की हमें मदद करना। ഏറ്റവും വിലയേറിയത് അപ്പനെ തരാൻ ഞങ്ങളെ ഇടയാക്കണം. सबसे बहुमूल्य आपको देने के लिए हमको मदद करना। ഞങ്ങളെ पिता, മുറ്റം സമർപ്പിക്കുന്നു. हम अपने आप को समर्पित करते हैं। നീ ഞങ്ങൾക്ക് തരാൻ പോകുന്നതിനെ നിനക്ക് തരിക. जो आप हमको देने वाले हैं हम वो आपको देते हैं प्रभु। നീ ഞങ്ങൾക്ക് തന്നതിനെ നിനക്ക് തരിക. और जो आपने हमको दिया है वो हम आपको देते हैं प्रभु।
നീ ഞങ്ങൾക്ക് തരുന്നത് നിന്റെ യാഗപീഠത്തിൽ വെക്കാൻ ഞങ്ങൾ തയ്യാറാണ്. जो आप हमको देने वाले हो वो आपके वेदी पर रखने के लिए हम तैयार है पिता. ഞങ്ങളെ മുറ്റം സമർപ്പിക്കുന്നു. हम अपने आप को पूर्ण तरीके से समर्पित करते हैं ദൈവം എപ്പോഴും സംസാരിക്കുന്ന ജനമാക്കി ഞങ്ങളെ മാറ്റിക്കാട്ടെ. और हम वो लोग बने जिससे परमेश्वर सदा बातें करता है. ദൈവം ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ജനമാക്കി ഞങ്ങളെ മാറ്റി. हमको वो लोग बनाए जिससे परमेश्वर बहुत ज्यादा प्यार करता है. ദൈവം ഞങ്ങളെ ഏറ്റവും കൂടുതൽ കരുതുന്ന ജനമാക്കി മാറ്റിക്കാട്ടെ. हमें वो लोग बनाए जिसके लिए परमेश्वर सबसे ज्यादा ध्यान देता है. കർത്താവ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്ന ജനമാക്കി ഞങ്ങളെ മാറ്റിക്കാട്ടെ. हमें वो झुंड बनाए जिस पर परमेश्वर सदा अपने ध्यान को बनाए रखता है. പ്രാർത്ഥന കേട്ടതിന് प्रार्थना सुना इसके लिए धन्यवाद. മഹത്വം महिमा आपको യേശുവിൻ നാമത്തിൽ. यीशु मसीह के नाम में पूछते हैं. आमीन. ആമേൻ.